നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത മഹാത്മ്യത്തിലെ 5-ാം അധ്യായത്തിൽ 31 തൊട്ടുള്ള ശ്ലോകങ്ങളും അർത്ഥങ്ങളും പറയാം. 31 ശ്ലോകം. തദ്വാർത്തം ഗയാ പിണ്ഡോ മയാ ദത്തോ വിധാനത തദ്ഗതം നൈവ മുക്തോസി മമാശ്ചര്യമിദം മഹത്. തദർത്ഥം തോ ഗയാ പിണ്ഡോ മയാ ദത്തോ വിധാനത തദ്ഗതം നൈവ മുക്തോസി മമാശ്ചര്യമിദം മഹത്. ഗോകർണൻ പറഞ്ഞു, നിന്റെ സൽഗതിക്കായിക്കൊണ്ട് വിധിപ്രകാരം ഞാൻ ഗയാശാർദ്ധം കഴിച്ചുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് നീ മുക്തനായില്ല? ഇത് ഏറ്റവും ആശ്ചര്യമായിട്ട് എനിക്ക് തോന്നുന്നു. മൃതാനാം മുക്തിദാനേതു ഗയാശാർദ്ധം പ്രഗർജതി. മരിച്ചവർക്ക് മുക്തി കൊടുക്കുന്ന കാര്യത്തിൽ ഗയാശാർദ്ധം ഉച്ചത്തിൽ ഗർജിക്കുന്നു. എന്നാംന ദീയതേ പിണ്ഡക സ വൈമുക്തി മവാപ്നുയാത്. ഏതൊരുത്തൻ്റെ പേർ പറഞ്ഞ് ഗയയിൽ പിണ്ഡം വയ്ക്കുന്നുവോ അവൻ നിശ്ചയമായും മുക്തിയെ പ്രാപിക്കും എന്നല്ലയോ ശാസ്ത്രം. ശ്ലോകം 32. ഗയാശാർദ്ധാനമുക്തിശ്ചേത് ഉപായോ നാപരസ്തിഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം. ഗയാശാർദ്ധാനമുക്തിശ്ചേത് ഉപായോ നാപരസ്തിഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം. ഗയാശാർദ്ധത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ലോകത്തിൽ മറ്റൊരുപായം ഞാൻ അറിയുന്നില്ല. ഹേ പ്രേതമേ, ഞാൻ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് നീ തന്നെ വിസ്തരിച്ചു പറയുക. പ്രേത ഉവാച ഗയാശാർദ്ധസദേനാഭി മുക്തിർമേന ഭവിഷ്യതി ഉപായമപരം ഗഞ്ചേ തദ്വിചാരയ സാമ്പ്രതം. ഗയാശാർദ്ധം സദേനാഭി മുക്തിർമേന ഭവിഷ്യതി ഉപായമപരം ഗഞ്ചേ തദ്വിചാരായ സാമ്പ്രതം. പ്രേതം പറഞ്ഞു, എത്ര തന്നെ ഗയാശാർദ്ധം കഴിച്ചാലും എനിക്ക് മുക്തിയുണ്ടാകയില്ല. അത്ര മഹാപാപിയാകുന്നു ഞാൻ. അന്യമായ ഏതെങ്കിലും ഉപായമുണ്ടോ എന്ന് നീ തന്നെ ആലോചിക്കുക. ശ്ലോകം 34. ഇതി തദ്വാക്യമാകർണ്യ ഗോവർണോ വിസ്മയം ഗത ശതശാർദ്ധൈന മുക്തേ ചേത് അസാധ്യം മോചനം തവ. ഇതി തദ്വാക്യമാകർണ്യ ഗോവർണോ വിസ്മയം ഗത ശതശാർദ്ധൈന മുക്തേ ചേത് അസാധ്യം മോചനം തവ. ഇപ്രകാരം പ്രേതം പറഞ്ഞത് കേട്ട ഗോകർണന് മഹാശ്ചര്യം തോന്നി. 100 ഗയാശാർദ്ധം കൊണ്ടും നിനക്ക് മുക്തി ലഭിക്കുകയില്ലെങ്കിൽ നിന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുകയില്ല. 35. ഇദാനിന്ദു നിജസ്ഥാനം ആദിഷ്ടേ പ്രേത നിർഭയ തന്മുക്തി സാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യജ. ഇദാനിന്ദു നിജസ്ഥാനം ആദിഷ്ട പ്രേത നിർഭയ തന്മുക്തി സാധകം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യജ. ഹേ പ്രേതമേ, നീ ഇപ്പോൾ ഭയം കൂടാതെ നിന്റെ സ്ഥാനത്ത് ചെന്നിരിക്കുക. നിന്റെ മുക്തിയെ സാധിപ്പിക്കുന്നതായ മഹൽ കൃത്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചറിഞ്ഞ ശേഷം ചെയ്തുകൊള്ളാം. ശ്ലോകം 36. ദുന്ദുകാരീ നിജസ്ഥാനം തേനാദിഷ്ടസ്തോ ഗത ഗോവന്ന ചിന്തയാമാസ താം രാത്രിം നദദ്യഗാത്. ദുന്ദുകാരീ നിജസ്ഥാനം തേനാദിഷ്ടസ്തോ ഗത ഗോവന്ന ചിന്തയാമാസ താം രാത്രി നദദ്യഗാത്. ഗോകർണൻ ആജ്ഞയനുസരിച്ച് ദുന്ദുകാരി സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ഗോകർണൻ ആ രാത്രി മുഴുവനും ചിന്തിച്ച് ദുന്ദുകാരിയെ മോചിപ്പിക്കാനുള്ള ഉപായം ധരിച്ചില്ല. ശ്ലോകം 37. പ്രാതസ്തമാഗതം ദൃഷ്ട്വാ ലോകാവൃത്യ സമാഗതാഃ തത്സർവം കഥിതം തേന യജ്ജാതം ച യഥാ നിശി. പ്രാതസ്തമാഗതം ദൃഷ്ട്വാ ലോകാവൃത്യ സമാഗതാഃ തത്സർവം കഥിതം തേന യജ്ജാതം ച യഥാ നിശി. കാലത്ത് ജനങ്ങൾ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിനെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടി സംഘമായി വന്നു ചേർന്നു. അവരോട് രാത്രിയുണ്ടായ സംഗതി മുഴുവൻ ഗോകർണൻ പറഞ്ഞു. ശ്ലോകം 38. വിദ്വാംസോ യോഗനിഷ്ഠാശ ജ്ഞാനിനോ ബ്രഹ്മവാദിനഃ
തന്മുക്തിം നൈവ ദേവശ്യൻ പശ്യന്ത ശാസ്ത്രസഞ്ചയാൻ. വിദ്വാംസോ യോഗനിഷ്ഠാശ ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവ ദേവശ്യൻ പശ്യന്ത ശാസ്ത്രസഞ്ചയാൻ. സാമാന്യന്മാരായ വിദ്വാൻമാർ, യോഗികൾ, വിശേഷജ്ഞാന സമ്പന്മാരായ മഹാപണ്ഡിതന്മാർ, വേദാന്തികൾ എന്നിവരെല്ലാവരും അനേക ശാസ്ത്രങ്ങളെ പരിശോധിച്ചിട്ടും ദുന്ദുകാരിയുടെ പ്രേതഭാവ നിവൃത്തിക്ക് ഉപായം കണ്ടില്ല. ശ്ലോകം 39. യത് സർവേ സൂര്യവാക്യം തന്മുക്തോ സാവിദംബരം ഗോകർണ സംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തദാ. തതഃ സർവേ സൂര്യവാക്യം തന്മുക്തോ സാവിദംബരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈ തദാ. അനന്തരം ആ വിദ്വാൻമാരെല്ലാവരും യോജിച്ച് ദുന്ദുകാരിയുടെ പ്രേതത്വ മുക്തിക്കുള്ള മാർഗം എന്താണെന്ന് വേദസ്വരൂപനായ സൂര്യഭഗവാന്റെ അഭിപ്രായം അറിയണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ഗോകർണൻ യോഗപ്രഭാവത്താൽ സൂര്യഗതി വേഗത്തെ തടസ്ഥം ചെയ്തു. ശ്ലോകം 40. തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം. തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം. തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹി മേ മുക്തിഹേതുകം. ഹേ ജഗത്സാക്ഷിയുള്ളോവേ, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ദുന്ദുകാരിയെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഉപകരിക്കുന്ന കർമ്മം എന്താണെന്ന് നിന്തിരുവടി അരുൾ ചെയ്യണം. ഹേ ജഗത്സാക്ഷിയായുള്ള സൂര്യഭഗവാനെ, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ദുന്ദുകാരിയെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉപകരിക്കുന്ന കർമ്മം എന്താണെന്ന് നിന്തിരുവടി അരുൾ ചെയ്യണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സ്വരൂപം.